ഇന്ന് നമുക്ക് നല്ല മുഴനെഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. ചെറിയ ഉള്ളിയാണ് ഇട്ടിടുന്നത്, കുറച്ചുകൂടെ ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ്. ബീഫിന് ഏറ്റവും കൂടുതൽ വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ. നമുക്ക് ആദ്യം പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ചൂടാക്കി ഇടുന്നത് കേട്ടോ. നന്നായിട്ട് റോസ്റ്റായി വരണത്. പൊടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ വറുത്ത പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർക്കാൻ മറന്നുപോയി, അത് കുറച്ചിടുന്നുണ്ട്. നമ്മുടെ മെയിൻ ഐറ്റം കറിവേപ്പില. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. ബീഫിന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങും. ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടല്ലോ, നല്ല മുഴനെഞ്ച് തന്നെ കിട്ടണം, എങ്കിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കുരുമുളകും കൂടെ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതും കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതിന് നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ലോണം അരയേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് അരഞ്ഞാൽ മതി. പിന്നെ ഞങ്ങൾ വറുത്തരച്ച കപ്പ ബിരിയാണി ഒന്നും ഉണ്ടാക്കാറില്ല, സാധാ ഉണ്ടാക്കല്. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അങ്ങനെയല്ല, ഒരു വറുത്തരച്ചാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുക. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ വറുത്ത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇതിന് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊരു ടിപ്പാണ്. നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്യണം. ഇതുണ്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല കളർ കിട്ടും. രാത്രി ആവട്ടെ. അങ്ങനെ മഴ വിശേഷം. അങ്ങനെ നമ്മുടെ കപ്പ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം നമുക്ക് ഇറ്റി ഒഴിവാക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച എല്ലൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ വേവിച്ച കപ്പ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, കപ്പ നമ്മൾ എന്ത് ചെയ്യരുത്, ഇപ്പോൾ ഉടയ്ക്കരുത് കേട്ടോ. കാരണം ആ എല്ലിൽ നിന്നുള്ള ജ്യൂസൊക്കെ എന്ത് ചെയ്യണം, ഈ കപ്പയിലേക്ക് പിടിക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മസാലയും കപ്പയൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. കുറച്ചും കൂടെ കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കപ്പ നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലേവറിന് വേണ്ടി അവസാനം കുറച്ച് കുരുമുളക് പൊടി. ഇതാണ് കപ്പ ബിരിയാണീൻ്റെ മെയിൻ ഐറ്റം, പച്ച വെളിച്ചെണ്ണ. എനിക്ക് കടുക് പൊട്ടിക്കുന്ന ഇഷ്ടമല്ല, ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. നല്ല ചൂട് കപ്പ ബിരിയാണി. അങ്ങനെ നമ്മുടെ വറുത്തരച്ച കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ചൂടുണ്ട് കേട്ടോ.
ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടാണ്. ഞാനത് എപ്പോഴും പറയുന്ന പോലെയല്ല, നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏറ്റവും നല്ലത് മുഴനെഞ്ച് തന്നെയാണ്. നിങ്ങളത് വാങ്ങിച്ചിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.